Hello dear students, welcome to 4th lecture of linear programming. The 4th lecture we are going to discuss another problem relating with the mathematical construction of the linear programming problems. Okay, and before that we're discussing and refreshing what is the linear programming. A linear programming is a concept, is a mathematical modeling technique used for the decision making. This concept was introduced by one Mr. George in 1947. So it's one of the important tools. That is a combination two words, the linear and the programming. Okay, this is techniques for choosing the best alternatives from the set of the feasible alternatives in a situation which objective function as well as the constraints are expressed in the linear mathematical function. The term is known as the linear programming. Okay, and here we are discussing the mathematical formulation. We already discussed it. ഒരു പ്രോബ്ലത്തെ മാത്തമാറ്റിക്കലായിട്ട് മാറ്റുമ്പോൾ 4 സ്റ്റെപ്സുകളാണ് വരുന്നത്. ഒരു ക്വസ്റ്റ്യനെ മാത്തമാറ്റിക്കലാക്കി മാറ്റുന്ന സമയത്ത് 4 സ്റ്റെപ്സ് ആണ് വരിക. ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ഐഡന്റിഫൈങ് യുവർ ഒബ്ജക്റ്റീവ്സ്. നിങ്ങൾ ഒബ്ജക്റ്റീവ്സ് ഐഡന്റിഫൈ ചെയ്യണം. ആൻഡ് ബേസിക്കലി 2 കാറ്റഗറി ഒബ്ജക്റ്റീവ്. വൺ ഈസ് എ മാക്സിമൈസേഷൻ, അനദർ വൺ ഈസ് എ മിനിമൈസേഷൻ. ദ മാക്സിമൈസേഷൻ ഓഫ് ദ പ്രോഫിറ്റ് ഓർ ദ മിനിമൈസേഷൻ ഓഫ് ദ ലോസസ്. ആൻഡ് സെക്കൻഡ് സ്റ്റെപ്സ് നമ്മൾ ചെയ്യേണ്ടതിന് ലീനിയർ ഫംഗ്ഷൻ എഴുതണം. That means z is a symbol of the linear function. That means z equal to എത്ര variable x1 x2 x3. Suppose x1 x2 x3. അപ്പോൾ അത് നമ്മൾ ലീനിയർ ഫംഗ്ഷൻ ആയിട്ട് മാത്തമാറ്റിക്കൽ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ആയിട്ട് എഴുതണം. ദാറ്റ്സ് എ സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് ദ ലീനിയർ ഫംഗ്ഷൻ. ദാറ്റ്സ് എ ഫോർമുലേഷൻ ഓഫ് ദ ലീനിയർ ഫംഗ്ഷൻ. ദാറ്റ് മീൻസ് റെപ്രസെന്റിംഗ് z. ആൻഡ് തേർഡ് സ്റ്റെപ്പ് ഈസ് ഐഡന്റിഫൈ ദ കൺസ്ട്രൈൻസ്. നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞുള്ള കൺസ്ട്രൈൻസ് ഐഡന്റിഫൈ ചെയ്യലാണ്. നോർമലി ശ്രദ്ധിക്കുക, ഒരുപാട് കൺസ്ട്രൈൻസ് പറഞ്ഞേക്കാം. അപ്പോൾ മോസ്റ്റ് സിറ്റുവേഷനിൽ മാക്സിമൈസേഷൻ നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പിൾ എപ്പോഴും ലെസ് ദാൻ എന്ന സിമ്പിളിന് ഇമ്പോർട്ടൻസ് വരും. മിനിമൈസേഷൻ ആണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് സിമ്പിൾ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ആണ്. അപ്പോൾ തേർഡ് സ്റ്റെപ്പ് നമ്മൾ കൺസ്ട്രൈൻസിൻ്റെ ക്രിയേഷൻ ആണ്. ആൻഡ് ഫോർത്ത് സ്റ്റെപ്പിലാണ് നമ്മൾ നോൺ നെഗറ്റിവിറ്റി കൺസിഡർ ചെയ്ത് ഒരു അസംഷൻ ഉണ്ട്. നോൺ നെഗറ്റിവിറ്റി ലീനിയർ പ്രോഗ്രാമിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അസംഷനാണ് നോൺ നെഗറ്റിവിറ്റി. അപ്പോൾ നമുക്ക് x1 x2 എന്ന് പറഞ്ഞ വാരിയബിൾ എപ്പോഴും സീറോനേക്കാളും മിനിമം അതിൻ്റെ മിനിമം വരുന്ന വാല്യൂ ആണ് 0. ദെൻ 0 അതിന് മുകളിലേക്ക് x1 x2 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 എന്നാണ് പറയുക. അപ്പോൾ ഗ്രേറ്റർ ദാൻ x1 x2 എപ്പോഴും 0ക്ക് മുകളിലായിരിക്കും എന്നൊരു കൺസെപ്റ്റ്, ഒരു അസംഷൻ ഉണ്ട്. ആ ഒരു അസംഷനോട് നമ്മളിവിടെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഈ 4 സ്റ്റെപ്സ് ആണ് നമുക്ക് ഫോർമുലേഷൻ ചെയ്യുമ്പോൾ, ഒരു മാത്തമാറ്റിക്കൽ ഫോർമുലേഷനിലേക്ക് പോകുമ്പോൾ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. Okay, the first step is the objectives, whether it's a maximization of the profit or the minimization of the loss. And second step is a linear function, it's an objective function. And third step is identifying the constraints relating with your other problem. And fourth step is apply the logic of the non-negativity. Okay, and we're discussing the problem. The problem, an animal feed company must produce at least 200 kilogram of mixture considering the ingredient of x1 and x2. അപ്പോൾ 2 ഇൻഗ്രീഡിയൻസ് ആണ് വരുന്നത്, x1 and ingredient and x2 ingredient. അപ്പോൾ അനിമൽ ഫീഡ് കമ്പനിക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അറ്റ്ലീസ്റ്റ് 200 നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യേണ്ട എലമെന്റ്. അറ്റ്ലീസ്റ്റ് കുറഞ്ഞത് 200 എങ്കിലും പ്രൊഡ്യൂസ് ചെയ്യണം. ദെൻ x1 കോസ്റ്റ് ആണ് ശ്രദ്ധിക്കുക. ഇവിടെ പറയുന്നത് കോസ്റ്റ്, പ്രോഫിറ്റ് അല്ല. x1 കോസ്റ്റ് ഈസ് ₹3 per kg and x2 കോസ്റ്റ് ഈസ് ₹8 per kg. അപ്പോൾ അവിടെ കോസ്റ്റിന് ഇമ്പോർട്ടൻസ് വന്നു. അപ്പോൾ 2 ഒബ്ജക്റ്റീവ്സ് നമുക്ക് വരും. ഒന്നുകിൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ കോസ്റ്റ്, മിനിമൈസേഷൻ ഓഫ് കോസ്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ മിനിമൈസേഷൻ ഓഫ് കോസ്റ്റിന് പോസിബിലിറ്റി, കാരണം കോസ്റ്റ് ആണ് ഇവിടെ സ്പെസിഫൈ ചെയ്യുന്നത്. അത് അപ്പോൾ തന്നെ ലോജിക്കലി കിട്ടും. ഓക്കെ, ദെൻ നോ മോർ ദാൻ 80 kilogram ഓഫ് x1 ക്യാൻ ബി യൂസ്ഡ് ആൻഡ് അറ്റ്ലീസ്റ്റ് 60 kg ഓഫ് ദ x2 മസ്റ്റ് ബി യൂസ്ഡ്. ഇതാണൊരു വേറൊരു അസംഷൻ പറയുന്നത്. മീൻസ് ഒരു കൺസ്ട്രെയിൻസ് നോട്ട് മോർ ദാൻ 80 kilograms. 80 കിലോഗ്രാമിന് കൂടുതലായിട്ട് x1 യൂസ് ചെയ്യാൻ പാടില്ല. മാക്സിമം നോട്ട് മോർ ദാൻ x1 ആൻഡ് അറ്റ്ലീസ്റ്റ് കുറഞ്ഞത് 60 കിലോഗ്രാം x2 എന്ന ഇൻഗ്രീഡിയൻറ്റ് ഉണ്ടായിരിക്കണം. ഫോർമുല ദ മാത്തമാറ്റിക്കൽ മോഡൽ ടു ദ പ്രോബ്ലം. ഇതാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ള കാര്യം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വായിച്ച് നമുക്കറിയാം നമ്മൾ ആദ്യം ചെയ്യേണ്ട നമ്മൾ ഒബ്ജക്റ്റീവ്സ് ഐഡന്റിഫൈ ആണ്. ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കോസ്റ്റ് എന്ന് പറഞ്ഞ ടേം കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം മിനിമൈസേഷൻ ഓഫ് കോസ്റ്റ് ആയിരിക്കും. ഇവിടെ കോസ്റ്റ് എന്ന കൺസെപ്റ്റ്
സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഒബ്ജക്റ്റീവ്സ് അപ്പോൾ മിനിമൈസേഷൻ ഓഫ് കോസ്റ്റ് ആയിരിക്കും. പ്രോഫിറ്റ് ആണെങ്കിൽ മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ് ആയിരിക്കും. കോസ്റ്റ് ആണെങ്കിൽ മിനിമൈസേഷൻ ഓഫ് കോസ്റ്റ് ആണ്. It is minimization because the cost is mentioned in your questions. In the question കോസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒബ്ജക്റ്റീവ്സ് എന്തായിരിക്കും? ഒരു സംശയമില്ല, മിനിമൈസേഷൻ ഓഫ് കോസ്റ്റ് ആയിരിക്കും. പ്രോഫിറ്റ് ആണെങ്കിൽ മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ് ആയിരിക്കും. കോസ്റ്റ് ആണെങ്കിൽ മിനിമൈസേഷൻ ഓഫ് കോസ്റ്റ്. അപ്പോൾ മിനിമൈസേഷൻ ആണ് ഇവിടെ ഇമ്പോർട്ടൻസ് വരുന്നത്. മിനിമൈസേഷൻ ഓഫ് കോസ്റ്റിനാണ് ഇമ്പോർട്ടൻസ് വരുന്നത്. ഓക്കെ. ആൻഡ് സെക്കൻഡ് സ്റ്റെപ്പ് നമ്മൾ പറയാറുണ്ട്, അതിനൊരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യണം. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ആയിട്ട് ക്രിയേറ്റ് ഇസഡ് എന്ന് പറഞ്ഞത് എഴുതുക. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് രണ്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് x1ഉം x2. x1 x2 ആർ ദ യൂണിറ്റ് ഓഫ് ഇൻഗ്രീഡിയൻറ്റ്. നമുക്ക് രണ്ട് ഇൻഗ്രീഡിയൻസ് ആണുള്ളത്, x1ഉം x2. അപ്പോൾ ഇനി വേറെ റെപ്രസെൻറ്റേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് പറഞ്ഞേക്കാണ് x1 എന്ന ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്, x2 എന്ന് പറയുന്ന ഇൻഗ്രീഡിയൻറ്റും ഉണ്ട്. അപ്പോൾ ഇവിടെ കോസ്റ്റ് സ്പെസിഫൈ ചെയ്യുന്ന സിമ്പിൾ പറഞ്ഞത് x1 3 ദെൻ x2 8 ആണ്. അതിൻ്റെ അർത്ഥം 3x1 പ്ലസ് 8x2 അല്ലെ. ഇസഡ് മിനിമൈസേഷൻ ആണ് നമ്മുടെ ഒബ്ജക്റ്റീവ്. അപ്പോൾ ഇസഡ് നമ്മുടെ മിനിമൈസേഷൻ ആണ്. ദെൻ ഈക്വൽ ടു പറഞ്ഞിട്ടുണ്ട് കോസ്റ്റ് 3 per kg. ദാറ്റ് ഇസ് 3 per kg. അവിടെ പറയുന്നത് 3 per kg ആണ്. അതിന്റെ അർത്ഥം 3x1 പ്ലസ് 8x2. 3x1 പ്ലസ് 8x2 ആണ് നമുക്ക് വരുന്ന കോസ്റ്റിന്റെ ലോജിക്കൽ പറഞ്ഞിട്ട്. കോസ്റ്റ് ഈസ് 3 per kg, x1 3 and x2 8. That means 3x1 plus 8x2. അപ്പോൾ നമുക്കതിനെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു. z ഈക്വൽ ടു 3x1 പ്ലസ് 8x2 ആണ്. ഓക്കെ. ദെൻ തേർഡ് സ്റ്റെപ്പ് നമുക്കറിയാം കൺസ്ട്രൈൻസ് ഐഡന്റിഫൈ ചെയ്യണം. കൺസ്ട്രൈൻസ് ചെയ്യുമ്പോൾ നമുക്കറിയാം നോർമലി മിനിമൈസേഷൻ ആണെങ്കിൽ ഇവിടെ യൂസ് സിമ്പിൾ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു തന്നെയാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. എല്ലാ സിറ്റുവേഷൻ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു തന്നെയാണ് ഇമ്പോർട്ടൻസ് വരാം. ഇനി ചില ക്വസ്റ്റ്യൻ അനുസരിച്ച് നമ്മൾ മാറ്റി എഴുതുന്നുണ്ട്. അത്രയും നമുക്ക് ആവശ്യമായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ അത് ഓർമ്മയിൽ വെക്കുക. അനിമൽ ഫീഡ് കമ്പനി മസ്റ്റ് പ്രൊഡ്യൂസ് അറ്റ്ലീസ്റ്റ് 200 kilogram of mixture considering the ingredient x1 and x2. x1ഉം x2ഉം കൂടി അറ്റ്ലീസ്റ്റ് കുറഞ്ഞത് 200 ഉണ്ടായിരിക്കണം. അപ്പോൾ x1 പ്ലസ് x2 ദെൻ സിമ്പിൾ എന്തായിരിക്കും നമുക്കറിയാം, മിനിമൈസേഷൻ ആണ്. അതിൻ്റെ അർത്ഥം അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞാലും മിനിമം ഇതല്ലേ. അപ്പോൾ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ഞാൻ ഇമ്പോർട്ടൻസ് വരാം. കാരണം നമ്മുടെ ഒബ്ജക്റ്റീവ് തന്നെ കോസ്റ്റ് ആണ്. അപ്പോൾ നമ്മുടെ എപ്പോഴും ഇവിടെ അധികം ആവശ്യമാണ് സിമ്പിൾ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു തന്നെയായിരിക്കും. So the animal feed company must produce at least 200 of the mixture considering x1 and x2. അപ്പോൾ x1ഉം x2ഉം കൂടിയിട്ട് ചുരുങ്ങിയത് 200. അപ്പോൾ നമുക്കറിയാം ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ആണ് ഇമ്പോർട്ടൻസ്. കാരണം നമ്മുടെ കോസ്റ്റ് തന്നെ ഒബ്ജക്റ്റീവ്. അപ്പോൾ ഗ്രേറ്റർ ദാൻ ഈക്വൽ. അപ്പോൾ x1 പ്ലസ് x2 ബിക്കോസ് ഒബ്ജക്റ്റീവ് ഇസ് മിനിമൈസേഷൻ. അപ്പോൾ ഇവിടെ ഗ്രേറ്റർ ദാൻ ആണ് ഇമ്പോർട്ടൻസ്. ഗ്രേറ്റർ മീൻസ് അത് മാത്രം അറ്റ്ലീസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം തന്നെ ഗ്രേറ്റർ ദാൻ ആണ്. ഗ്രേറ്റർ അറ്റ്ലീസ്റ്റ് കുറഞ്ഞത് അതിൻ്റെ മുകളിലേക്ക് പോവാം എത്ര വേണമെങ്കിലും. അപ്പോൾ x1 x2 കൂടി ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 200 ആണ്. അപ്പോൾ നമുക്ക് അതിൽ ഫസ്റ്റ് കൺസെപ്റ്റ് എഴുതാൻ പറ്റും. അനിമൽ ഫീഡ് കമ്പനി മസ്റ്റ് പ്രൊഡ്യൂസ് അറ്റ്ലീസ്റ്റ് 200 kilogram ഓഫ് മിക്സർ കൺസിഡറിങ് ദ x1 x2. x1ഉം x2ഉം കൂടിയിട്ട് ചുരുങ്ങിയത് 200. അപ്പോൾ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ചുരുങ്ങിയത് 200ന്റെ മുകളിലേക്ക് എത്ര വേണമെങ്കിൽ പോയാൽ ചുരുങ്ങിയത് 200. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 200 ആണ്. ഓക്കെ. ഇനി അടുത്തത് പറഞ്ഞത് എന്താണ്? നമ്മൾ കോസ്റ്റ് ഫംഗ്ഷൻ എഴുതി. നോ മോർ ദാൻ 80 kilogram ഓഫ് x1. നോ മോർ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞോടെ. നോ മോർ ദാൻ x1 എന്നുള്ള ഏറ്റവും മാക്സിമം 80 ആണ്. മോർ ദാൻ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ ഈക്വൽ ടു. നോ മോർ ഒരിക്കലും മോർ ദാൻ ആവാൻ പാടില്ല. നോ മോർ ദാൻ. അപ്പോൾ എൻ്റെ അർത്ഥം സെക്കൻഡ് ഇക്വേഷൻ പറഞ്ഞത് നോ മോർ ദാൻ 80 kilogram x1 ക്യാൻ ബി യൂസ്ഡ്. x1 80 kilogram കൂടുതൽ യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് ഒരു കണ്ടീഷൻ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, എഴുതുമ്പോൾ ശ്രദ്ധിക്കണം x1 നോ മോർ ദാൻ അപ്പോൾ മാക്സിമം 80 ആണ്. അപ്പോൾ ഇവിടെ സിമ്പിൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം. ആ സിമ്പിൾ അവിടെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞുകൊണ്ട് നമുക്ക് അവിടെ ലെസ് ദാൻ ഈക്വൽ ടു വിടാനേ പറ്റുള്ളൂ. കാരണം ഇവിടെ സ്പെസിഫൈ ചെയ്ത് നോ മോർ ദാൻ 80 kilogram x1 ക്യാൻ ബി യൂസ്ഡ്. നോ മോർ ദാൻ x1 നോ മോർ ദാൻ 80 kilogram x1 ക്യാൻ ബി യൂസ്ഡ്. അതിൻ്റെ അർത്ഥം x1 80 കിലോഗ്രാമിന് കൂടാനായിട്ട് പാടില്ല. ഏറ്റവും മാക്സിമം 80 ആണ്. ദാറ്റ് മീൻസ് അങ്ങനെയാണെങ്കിൽ എന്താ സിമ്പിൾ ലെസ് ദാൻ ഈക്വൽ ടു സിമ്പിൾ. ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു യൂസ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ലെസ് ദാൻ ഈക്വൽ ടു എന്ന സിമ്പിൾ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റൂ. കാരണം ഇവിടെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞു നോ മോർ ദാൻ 80 kilogram. 80 കിലോഗ്രാമിന് മുകളിലേക്ക് പോകാൻ സമ്മതിക്കില്ല. മാക്സിമം നിങ്ങൾക്ക് 80 kilogram വരെ യൂസ് ചെയ്യാം. മാക്സിമം അതിൻ്റെ നോ മോർ ദാൻ എന്ന് പറഞ്ഞാൽ മാക്സിമം നമുക്ക് മാക്സിമം അവിടെ എത്ര യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇവിടെ ലെസ് ദാൻ ഈക്വൽ ടു എന്ന സിമ്പിളാണ് യൂസ് ചെയ്യേണ്ടി വരാം. ഓക്കെ. ആൻഡ് തേർഡ് പറയുന്നത് ക്യാൻ ബി യൂസ് ആൻഡ് അറ്റ്ലീസ്റ്റ് 60 kilogram. അറ്റ്ലീസ്റ്റ് പറഞ്ഞാൽ നമുക്കറിയാം സിമ്പിൾ മാറി
ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു കുറഞ്ഞത് 60 കിലോഗ്രാമിന് മുകളിൽ 60 കിലോഗ്രാം അതിന്റെ മുകളിലോ എക്സ് ടു യൂസ് ചെയ്യാം. അപ്പോൾ സിമ്പിൾ മാറി. അറ്റ്ലീസ്റ്റ് ആണ്. അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി യൂസ് ചെയ്യുക ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു എന്ന സിമ്പിളാണ്. അറ്റ്ലീസ്റ്റ് പറഞ്ഞതിന്റെ സിമ്പിൾ എപ്പോഴും ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ആണ് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുക. അറ്റ്ലീസ്റ്റ് 60 കിലോഗ്രാം എക്സ് ടു മസ്റ്റ് ബി യൂസ്. ദാറ്റ് മീൻസ് എക്സ് ടു ഈസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 60. അതിന്റെ അർത്ഥം എന്താണ്? ഇവിടെ നോർമൽ അധികം സിറ്റുവേഷൻ ഇവിടെ നമ്മൾ മിനിമൈസേഷൻ ആണെങ്കിൽ എപ്പോഴും അധികം പേരെ സിമ്പിൾ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ആയിരിക്കും. വളരെ എക്സെപ്ഷൻസ് സിറ്റുവേഷൻ മാത്രമേ ലെസ് ദാൻ ഇവിടെ യൂസ് ചെയ്യേണ്ടതായിട്ട് വരുള്ളൂ. അപ്പോൾ തേർഡ് ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ട് അറ്റ്ലീസ്റ്റ് 60 കിലോഗ്രാം ഓഫ് എക്സ് ടു മസ്റ്റ് ബി യൂസ്. ചുരുങ്ങിയത് 60 കിലോഗ്രാം എക്സ് ടു യൂസ് ചെയ്യും. ചുരുങ്ങിയത് അതിന്റെ മുകളിൽ യൂസ് ചെയ്യും. അറ്റ്ലീസ്റ്റ് കുറഞ്ഞത് 60 കിലോഗ്രാം. ദെൻ അറ്റ്ലീസ്റ്റ് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ ആണ്, മുകളിലേക്കാണ്. ബാക്കി അതിന്റെ മുകളിലേക്ക് എത്ര വേണമെങ്കിൽ യൂസ്. ചുരുങ്ങിയത് 60 അറ്റ്ലീസ്റ്റ്. അപ്പോൾ എക്സ് ടു ഈസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 60. ഇതാണ് നമ്മൾ എഴുതേണ്ട മൂന്നാമത്തെ ഇക്വേഷൻ. ഓക്കെ, ഈ 3 കൺസ്ട്രൈൻസ് ആണ് ഈ ക്വസ്റ്റിനിൽ വരുന്നത്. അനിമൽ ഫീഡ് കമ്പനി മസ്റ്റ് പ്രൊഡ്യൂസ് അറ്റ്ലീസ്റ്റ് 200 കിലോഗ്രാം മിക്സ്ചർ കൺസിഡറിങ് x1 x2. x1ഉം x2ഉം കൂടി മിക്സ് ചെയ്ത് അറ്റ്ലീസ്റ്റ് ചുരുങ്ങിയത് 200 അതിന്റെ മുകളിലേക്ക് വരാം. ചുരുങ്ങിയത് എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു എന്ന സിമ്പിളിലേക്ക് ഇമ്പോർട്ടൻസ്. കാരണം ഇവിടെ മിനിമൈസേഷൻ ആണ്. അപ്പോൾ ലെസ് ദാൻ ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു തന്നെ ഇമ്പോർട്ടൻസ് അധികം വരാം. അപ്പോൾ x1 പ്ലസ് x2 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 200 ബിക്കോസ് ദർ ഇസ് അറ്റ്ലീസ്റ്റ്. അവിടെ അറ്റ്ലീസ്റ്റ് തന്നെ പറയുന്നുണ്ട്. ചുരുങ്ങിയത് 200 അതിന്റെ മുകളിലേക്ക്. ചുരുങ്ങിയത് 200 അതിന്റെ മുകളിലേക്ക് എത്ര വേണമെങ്കിൽ പോവാം. അപ്പോൾ x1 പ്ലസ് x2 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 200. ദെൻ സെക്കൻഡ് സിറ്റുവേഷൻ പറയുന്നത് നോ മോർ ദാൻ 80. അപ്പം 80 കിലോഗ്രാമിന് മുകളിലേക്ക് x1 യൂസ് ചെയ്യാൻ പാടില്ല. അപ്പം മാക്സിമം ആണ് 80. അപ്പോൾ അവിടെ സിമ്പിൾ മാറി. മാക്സിമം ആണ് 80 എന്ന് പറഞ്ഞാൽ അപ്പോൾ അവിടെ മാക്സിമം എന്ന ടൈമിലേക്ക് ഇമ്പോർട്ടൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു യൂസ് ചെയ്യണം, ലെസ് ദാൻ ഈക്വൽ ടു യൂസ് ചെയ്യണം. സോ ഇവിടെ സിറ്റുവേഷൻ മാത്രം സിമ്പിൾ യൂസും ശ്രദ്ധിക്കുക. x1 ഈസ് ലെസ് ദാൻ ഈക്വൽ ടു 80. ദെൻ തേർഡ് അറ്റ്ലീസ്റ്റ് 60 കിലോഗ്രാം x2 മസ്റ്റ് ബി യൂസ്. ചുരുങ്ങിയത് 60 കിലോഗ്രാം പോലും യൂസ്. 60 മുകളിലേക്ക് എത്ര ആണ് യൂസ് ചെയ്യുക. ചുരുങ്ങിയത് 60 എങ്കിലും യൂസ് ചെയ്യണം. ദാറ്റ് മീൻസ് x2 ഈസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 60. അപ്പം അങ്ങനെ 3 കൺസ്ട്രൈൻസ് ആണ് ഈ ക്വസ്റ്റിനിൽ വരുന്നത്. ഓക്കെ, ഇനി നമുക്കറിയാം ഫോർത്ത് സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ നോൺ നെഗറ്റിവിറ്റി ആണ്. അതെപ്പോഴും നമ്മൾ പറയാറുണ്ട് x1ഉം x2 എന്ന എത്ര വാരിയബിൾ ഉണ്ട് അതെപ്പോഴും 0നേക്കാളും മുകളിലേക്ക് വരും. മിനിമം 0ക്ക് മുകളിലായിരിക്കും. x1 x2 ഈസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0. x1 x2 ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 എന്ന കൺസെപ്റ്റ് ആണ് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുക. ഇനി ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ എഗെയിൻ നമ്മൾ എടുത്തെഴുതുന്നത് അതാണ് നമ്മൾ ഫൈനലി ചെയ്യുക. സോ ഫൈനലി നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും എടുത്തെഴുതാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, ദ ഫസ്റ്റ് വൺ the objective is z equal to 3x1 plus 8x2. So there is a 3x1 plus 8 is z equal to 3x1 plus 8x2. And the constraint, the first constraint x1 plus x2 is greater than equal to 200. So the first constraint is x1 plus x2 is greater than equal to 200. And the second constraint x1 is less than equal to 80 because no more than x1 is less than equal to 80. So it's a x1 is less than equal to 80. And third constraint is x1 is greater than equal to 60. x2 is the greater than equal to 60. And the non-negative x1 x2 is greater than equal to 0. x1 x2 is greater than equal to 0. Okay, so these are the important elements. The first you identify the objective is z equal to 3x1 plus x2. There are only two ingredients x1 and x2. And the first constraint, that is the first x1 plus x2 is greater than equal to 200. And second constraint is x1 is less than equal to 80 because specify that not more than. And third constraint is x2 is greater than equal to 60. This x2 is greater than equal to 60. And fourth is a non-negativity concept, that is x1 and x2 is greater than equal to 0. Okay, so once again this is a question. ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യനിൽ ഇവിടെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞു കോസ്റ്റ് എന്ന കൺസെപ്റ്റ് ആണ് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞത്. അതുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കും നമ്മുടെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് കോസ്റ്റ് ആണ്, മിനിമൈസ് കോസ്റ്റ് ആണ്. അപ്പോൾ മിനിമൈസേഷൻ ഓഫ് കോസ്റ്റ് എന്നാണ് എപ്പോഴും പറയാം. അപ്പോൾ നമ്മുടെ ഒബ്ജക്റ്റീവ് തന്നെ മിനിമൈസേഷൻ ആണ്. ഓക്കെ, മിനിമൈസേഷൻ ഓഫ് കോസ്റ്റ് ആണ് നമ്മുടെ ഒബ്ജക്റ്റീവ് ആയിട്ട് വരുന്നത്. ഓക്കെ, അതിനുശേഷം അതിനെ മാത്തമാറ്റിക്കലായിട്ട് ഫ്രെയിം ചെയ്യണം. ദാറ്റ് മീൻസ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എഴുതണം. അപ്പോൾ കോസ്റ്റ് എന്ന് പറഞ്ഞത് ₹3 per kg. x1 ₹3ഉം x2 8ഉം ആണ്. അപ്പോൾ 3x1 plus 8x2 3x1 plus 8x2 ആണ് വരിക. അപ്പോൾ z equal to 3x1 plus x2 8x2. രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് വരുന്നത് x1ഉം x2. നമുക്ക് ആവശ്യമായ രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് x1ഉം x2. അപ്പോൾ അവിടെ കോസ്റ്റ് ഐഡന്റിഫൈ ചെയ്തു 3x1 plus 8x2 എന്ന രീതിയിൽ നമ്മൾ കോസ്റ്റ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. ഇനി നമ്മൾ ഇതിൻ്റെ കൺസ്ട്രൈൻസിലേക്കാണ് പോണത്.
കൺസ്ട്രൈൻസിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് മിനിമൈസേഷൻ എന്ന കോസ്റ്റ് മോസ്റ്റ് സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ആണ് ആവശ്യം വരാം. വളരെ റയർ സിറ്റുവേഷൻ മാറ്റങ്ങൾ സംഭവിക്കാം. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു ആനിമൽ ഫീഡ് കമ്പനി മസ്റ്റ് പ്രൊഡ്യൂസ് അറ്റ്ലീസ്റ്റ് 200 കിലോഗ്രാം ഓഫ് മിക്സ്ചർ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവർ അറ്റ്ലീസ്റ്റ് ചുരുങ്ങിയത് 200 കിലോഗ്രാമിൽ അവർ പ്രൊഡ്യൂസ് ചെയ്തിരിക്കണം. അനിമൽ ഫീഡ് കമ്പനി മിക്സ്ചർ കൺസിഡറിങ് X1 X2 എന്ന ഇൻഗ്രീഡിയൻസ് വെച്ച് ചുരുങ്ങിയത് 200 കിലോഗ്രാം. അപ്പോൾ നമുക്ക് X1 ഉണ്ട്, X2 ഉണ്ട്, X1 പ്ലസ് X2 ഉണ്ട്. X1 ഉം X2 കൂടി ചുരുങ്ങിയതാണ്. അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ആണ്. ഒരു സംശയം ഉണ്ട്, ഒബ്ജക്റ്റീവ് ആൻഡ് മിനിമൈസേഷൻ ഓഫ് കോസ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് അധികം സിറ്റുവേഷൻ വരുന്ന സിമ്പിളും കൺസ്ട്രൈൻസിൽ വരുന്ന സിമ്പിൾ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ആയിരിക്കും. ദെയർഫോർ X1 പ്ലസ് X2 ചുരുങ്ങിയത് 200 മുകളിലേക്ക് എത്ര വേണമെങ്കിൽ പോവാം, ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 200. നമുക്ക് ഫസ്റ്റ് കൺസ്ട്രൈൻസ് ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചു. ഇനി സെക്കൻഡ് കൺസ്ട്രൈൻസിൽ പറയണത് നോ മോർ ദാൻ 80 കിലോഗ്രാം X1 ക്യാൻ ബി യൂസ്ഡ്. 80 കിലോഗ്രാമിന് മുകളിൽ, മാക്സിമം 80 ആണ്, 80 കിലോഗ്രാമിന് മുകളിൽ X1 യൂസ് ചെയ്യാൻ പാടില്ല. മാക്സിമം 80. അപ്പം മാക്സിമം എന്ന അർത്ഥം ഇവിടെ വന്നു. മാക്സിമം വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം സിമ്പിൾ ലെസ് ആൻഡ് ഈക്വൽ ആയിട്ട് മാറും. അതങ്ങനെ തന്നെയാണ്. X1ന് മാക്സിമം ഒരിക്കലും മോർ ദാൻ 80ലേക്ക് മുകളിലേക്ക് പോകാൻ പാടില്ല. മാക്സിമം ആണ് 80. അപ്പം അതിൻ്റെ അർത്ഥം തന്നെ ലെസ് ദാൻ ഈക്വൽ ടു ആണ്. അപ്പം X1 ലെസ് ദാൻ ഈക്വൽ ടു 80, ലെസ് ദാൻ ഈക്വൽ ടു ആണ് അവിടെ എഴുതേണ്ടത്. കാരണം അവിടെ നോ മോർ ദാൻ 80 കിലോഗ്രാം X1 ക്യാൻ ബി യൂസ്ഡ്. സോ X1 ഈസ് ദ ലെസ് ദാൻ ഈക്വൽ ടു. Then third one is at least 60 kilogram X2 must be used. അന്നർത്ഥം ചുരുങ്ങിയത് 60 യൂസ് ചെയ്യണം. ചുരുങ്ങിയത് 60. അപ്പം അതിൻ്റെ അർത്ഥം 60ന്റെ മുകളിലേക്ക് എത്ര വേണമെങ്കിൽ യൂസ് ചെയ്യും. അപ്പം X2 ഈസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 60 ആണ്. X2 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 60 ആണ്. ഓക്കെ, ദെൻ സ്റ്റെപ്പ് 4 പറയുന്നത് നമ്മുടെ അതിൻ്റെ കൺസ്ട്രൈൻസ് ആണ്. കൺസ്ട്രൈൻസ് അല്ലെ അതിൻ്റെ നോൺ നെഗറ്റിവിറ്റി കൺസെപ്റ്റ്. X1 X2ന് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 ആയിരിക്കും. മീൻസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു. അപ്പോൾ മാക്സിമം 0 നോൺ നെഗറ്റീവ് വാല്യൂസ് അവിടെ വരില്ല. മാക്സിമം നോൺ നെഗറ്റീവ് വരാത്തതുകൊണ്ട് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഫൈനലി കൺസ്ട്രക്ട് ചെയ്യാം. നമ്മൾ ആദ്യം ഇതിൻ്റെ ഒബ്ജക്റ്റീവ് ആണ്. ഒബ്ജക്റ്റീവ് ഞാൻ ഇവിടെ എഴുതിയിട്ടില്ല. മിനിമൈസേഷൻ വരുന്ന ആദ്യത്തെ എലമെന്റ് X1 X2 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 200. X1 X2 greater than equal to 200. Then X1 is less than equal to 80. Then X2 is greater than equal to 60. Then X1 X2 is greater than equal to 0. And with respect to objectives, objective is Z equal to 3X1 plus 8X2. Then all the constraints and the non-negativity concept. Okay, let me conclude the first we discussed. What is the linear programming? Linear programming is one of the important tools used for the decision making. It's like a techniques for choosing the best alternative from the set of feasible alternatives. In a situation which objective function as well as constraint can be expressed in the linear mathematical function. ഇപ്പോൾ പറഞ്ഞതാണ് constraints and the mathematical functions. Okay, what are the steps? How to formulate? The first step is identify the objective, whether it's a maximization or the minimization. And second step is the construction of the linear function. This is expressing the Z equal to X1 plus X2 plus X3. And third step is identify the constraints. Constraints, suppose the objective is to maximize, the most situation symbol is less than equal to. And suppose the objective is the minimization, the most situation your symbol is the greater than equal to. And fourth step is addition the above constraint, you are applying the non-negativity concept. That's X1 is greater, X1 X2 is greater than equal to 0. Okay, this is the question, and this is the question. One of the important logic is one variable is relating the no more than, another variable is the at least. At least is representing the greater than equal, no more than representing the maximum, so there is a less than equal. So the constraints point we can see the first constraint X1 X2 is greater than equal to 0. Second constraint is very important, is not more than this. X1 is less than equal to 80, and third constraint is X2 is greater than equal to 60. Okay, then finally we're just rearranging the again Z equal to 3X1 plus 8X2. Then all are your the constraints, and then after that there is non-negativity concept. Okay, it's a very important question regarding your the linear programming, and these are steps for converting your the problems in your the mathematical format. Okay, anyway, thank you so much, and thank you for watching me.